smoking! Help! അപ്പോ Vehicle is smoking! എത്ര സമയമാണ് എന്നെ വിളിക്കുന്നേ? ഒരേ ഫോണ് കളിയാ? എണീറ്റ് വന്ന് വലിയ ചായ കുടിച്ചേട്ടെ. എപ്പോ നോക്കിയാലും ഫോണ്. നമ്മുടെ വീടുകളിൽ ഇന്ന് നിശബ്ദതയ്ക്ക് പുതിയൊരു അർത്ഥമുണ്ട്. അത് സമാധാനത്തിന്റെ നിശബ്ദതയല്ല, മറിച്ച് 5 ഇഞ്ച് സ്ക്രീനുകളിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു തലമുറയുടെ ഒറ്റപ്പെടലാണ്. കളിച്ചിരികൾ ഉയരേണ്ട മുറ്റങ്ങളിൽ ഇന്ന് നിഴലുകൾ മാത്രം ബാക്കി. സാറേ, മോനിപ്പോൾ ഒരേ ഫോൺ കളിയാണ്. എപ്പോൾ നോക്കിയാലും ഫോണിലാണ്. ഒന്നിനോട് ഒരു താല്പര്യമില്ല. നല്ല പഠിക്കുന്ന മോനായിരുന്നു. അവധിക്കാലത്ത് മറ്റ് എൻഗേജ്മെൻറ്റുകൾ ഇല്ലാത്ത കുട്ടികൾ കൂടുതൽ സമയം ഇൻ്റർനെറ്റിൽ സമയം ചെലവിടുന്നത് നമ്മൾ കാണാറുണ്ട്. അത്തരം കുട്ടികളെ സൈബർ ചതിക്കുഴികളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത്തരം കുട്ടികൾ ഡിജിറ്റൽ അഡിക്ഷന് വിധേയമാകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. കുറച്ച് കാലമായിട്ട് എൻ്റെ മോൻ എപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു. പഠിക്കൂല, കളിക്കില്ല, ചിരിയില്ല, എന്ത് പറഞ്ഞാലും ദേഷ്യം. ഇത് കാരണം ഞങ്ങൾ ആകെ മാനസിക വിഷമത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് ആൾക്കാർ പോകുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് പോകാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽ. അതായത് ഓരോ ഇൻഡിവിജ്വലിനും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു ജനറലൈസ് ചെയ്ത് നമുക്കൊരു ഇന്നേ കാരണം കൊണ്ടാണ് എല്ലാവരും അത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ എസ്കേപ്പിസം ആവാം, അതായത് ലോൺനെസ് അല്ലെങ്കിൽ ബോർഡം, ഒറ്റയ്ക്കിരിക്കുന്നത്, ഒറ്റപ്പെട്ടു പോയ അവസ്ഥ. ഇതിന് ഉള്ളൊരു പരിഹാരമായിട്ട് ആയിരിക്കാം അവർ ഡിജിറ്റൽ ഡിവൈസിനെ കംഫർട്ട് സോണായിട്ട് കാണുന്നത്. ആ കുട്ടികൾക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാനസികമായ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ശാരീരികമായും സാമൂഹികപരമായ പ്രശ്നങ്ങളൊക്കെ ആ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. അത്തരം കുട്ടികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ അഥവാ DDAD. ആ സമയത്താണ് ഇവൻ്റെ ക്ലാസ് ടീച്ചർ DDAD സെൻ്ററിനെ കുറിച്ച് എന്നോട് പറഞ്ഞു തരികയും ഞാൻ ആ നമ്പറിലേക്ക്, ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്തത്. ഈ ഇരുട്ടിൽ അവൻ തനിച്ചല്ല. കേരള പോലീസ് ഒരു സുഹൃത്തായി, വഴികാട്ടിയായി കൂടെയുണ്ട്. DDAD ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററുകൾ. ഇത് വെറുമൊരു കൗൺസിലിംഗ് കേന്ദ്രമല്ല, മറിച്ച് ഡിജിറ്റൽ ചങ്ങലകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മോചിപ്പിക്കാനുള്ള കരുതലാണ്. ശിക്ഷയല്ല, സ്നേഹപൂർണമായ തിരുത്തലിലൂടെ അവരെ ജീവിതത്തിന്റെ യഥാർത്ഥ നിറങ്ങളിലേക്ക് ഞങ്ങൾ തിരികെ വിളിക്കുന്നു. ഇത് മാറ്റത്തിന്റെ ദൃശ്യങ്ങളാണ്, വീണ്ടെടുപ്പിന്റെ കഥകളാണ്. ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് ബിഗിൻ ചെയ്യുന്നത് തന്നെ അവയർനെസ്സിലൂടെയാണ്. ഓക്കെ, നമുക്ക് കുഞ്ഞു കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അതായത് സിമ്പിൾ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. ബിഫോർ ബെഡ് നിർബന്ധമായിട്ടും ഫോൺ ഉപയോഗിക്കാതിരിക്കുക, ഡിജിറ്റൽ ഡിവൈസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. സോ നമുക്കതൊരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. റീപ്ലേസ് ചെയ്യാം, കുറച്ചുകൂടെ ഹെൽത്തിയർ ആയിട്ടുള്ള ആക്ടിവിറ്റീസായിട്ട് റീപ്ലേസ് ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ നോക്കേണ്ടത് എന്തുകൊണ്ടാണ് കുട്ടി ഇതിന് റീച്ച് ഔട്ട് ചെയ്യുന്നത്, എപ്പോഴെന്നല്ല, എന്തുകൊണ്ടാണ് ഇതിലേക്ക് കുട്ടി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോഷ്യൽ പോലീസിങ്ങിൻ്റെ കീഴിലാണ് ഇത്തരം സെന്റർ പ്രവർത്തിച്ചു വരുന്നത്. കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ ഈ സോഷ്യൽ പോലീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ സെന്റർ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ സെന്റർ വഴി സൗജന്യമായ കൗൺസിലിംഗ് സംവിധാനം കുട്ടികൾക്ക് നൽകുന്നുണ്ട്. എല്ലാ സെന്ററുകളിലും സൈക്കോളജിസ്റ്റ് ഉണ്ട്. സൈക്കോളജിസ്റ്റും അതുപോലെ ഒരു പ്രൊജക്റ്റ് കോർഡിനേറ്റർ, പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് കോർഡിനേറ്റർ ഉണ്ട്. ഈ സെന്ററിലേക്ക് എത്തിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായാണ് കൗൺസിലിംഗ് നൽകുന്നത്. ഈ സെന്ററിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. ചിരി എന്നാണ് ആ നമ്പറിൻ്റെ, ചിരി എന്നുള്ള സംവിധാനം വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആ നമ്പർ അറിയോ? ആ നമ്പർ 94 97 900 200, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു നമ്പറാണ്. അതുവഴി ഈ സെൻറ്ററിലേക്ക് കുട്ടികളെ രജിസ്റ്റർ ചെയ്യാം, സെൻറ്ററിലേക്ക് ബന്ധപ്പെടാം. കൂടാതെ പോലീസ് സ്റ്റേഷൻ വഴി ബന്ധപ്പെടാം, സ്കൂളുകൾ വഴി, മറ്റ് സന്നദ്ധ സംഘടനകൾ വഴി, മറ്റ് ഇതര സർക്കാർ സംവിധാനങ്ങളുണ്ട്. വനിതാ ശിശു വികസന വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അങ്ങനെയുള്ള മറ്റ് സംവിധാനങ്ങൾ വഴിയൊക്കെ കുട്ടികളെ നമ്മുടെ ഈ സെൻറ്ററിലേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നമ്മൾ ഈ DDAD സെൻ്ററിലെത്തി. അവിടെയുള്ള കൗൺസിലർ ഫോൺ ഉപയോഗം കുറയ്ക്കേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു.
ഇപ്പോൾ അവന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല ഹാപ്പിയാണ്. ഈ വേനലവധി നമുക്ക് ആഘോഷമാക്കാം. സ്ക്രീനുകൾക്ക് അവധി നൽകി പ്രകൃതിയെ തൊട്ടറിയാം. അടച്ചിട്ട ജനാലകൾ തുറന്നിടൂ. വെളിച്ചം വരട്ടെ. നിങ്ങളുടെ കുട്ടികൾക്കായി കേരള പോലീസ് കാവലുണ്ട്. ഡിജിറ്റൽ ലഹരിയോട് നമുക്ക് നോ എന്ന് പറയാം. ജീവിതത്തോട് യെസ് എന്നും.